ഹലോ, വെൽക്കം ബാക്ക് ടു യത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ അതാ നമുക്കിന്നൊരു ലഞ്ച് സ്പെഷ്യൽ ആയാലോ? എന്താണെന്നല്ലേ നമ്മുടെ സ്പെഷ്യൽ? നമ്മുടെ പാവയ്ക്കയാണ് കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് കയ്പ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് പാവയ്ക്കയെ മാറ്റി നിർത്തേണ്ട വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്ന് മാത്രമാണ് നമ്മുടെ പാവയ്ക്ക കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല കാട്ടു പാവയ്ക്കയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കയ്പ്പൊക്കെ ഉള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കയ്പ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചത് കേട്ടോ. അങ്ങനെ നമുക്കെന്നാൽ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തേക്കാം. അതെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ഒക്കെ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്നും കൂടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ പാവയ്ക്ക അതാ ഇതുപോലെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിലോ കുറുകനെയോ അഥവാ വട്ടത്തിലോ എങ്ങനെ വേണേലും അരിഞ്ഞെടുക്കാം. അതൊക്കെ അരിയുന്നത് അവനവൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പാവയ്ക്ക എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കടായി അടുപ്പത്തോട്ട് വെച്ചാലോ. അങ്ങനെ ഇതാ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയുടെ സ്ഥാനത്ത് വേറെ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ, കൊച്ചു ജീരകം, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണ് നീളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഞ്ചിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഇഷ്ടമാണ്, എന്തായാലും പക്ഷേ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക സ്വാദാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പോരാത്തതിന് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു സവോള ഇതുപോലെ ഒരു മീഡിയം ലെവലിലായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, കൊത്തി അരിഞ്ഞല്ല കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഒരുപാടങ്ങ് ബ്രൗൺ കളർ, അതായത് ഒരു ഫ്രൈ ആകുന്ന ആ രീതിയിൽ വേണ്ട, അല്ലാതെ എന്നാൽ ഒത്തിരി അങ്ങ് പച്ചമണം ഇരിക്കത്തക്ക രീതിയിലുമല്ല, ഒരു മീഡിയം രീതിയിൽ വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടേ. ഇത് കണ്ടോ, ഇതുപോലെ വഴറ്റുന്ന കിട്ടണം കേട്ടോ. ഇനി നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുത്തോളുക. ഇനിയിപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പം അപ്പോഴപ്പോൾ തന്നെ വഴറ്റി കൊടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുത്താലും മതിയാവും. ഇനി എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയാണ്. അപ്പം മുളക് പൊടി തോന്നിയേക്കാം കുറച്ച് കുറവാണല്ലോ എന്ന്. അങ്ങനെയല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ചേരുവകൾ അവസാനം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മുളക് പൊടി ഇവിടെ ഇത്തിരി കുറച്ചത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ സ്ഥാനത്ത് മറ്റേ ഈ മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടി വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് പാവയ്ക്ക നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാവേ. അങ്ങനെ നമ്മുടെ പാവയ്ക്കയുടെ മിക്സെല്ലാം ഒന്ന് തയ്യാറായി വന്നതിന് ശേഷം ഇനി നമ്മൾ ഒരു 2 ഉരുളക്കിഴങ്ങ് നീളത്തിലായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിനെ അരിഞ്ഞ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു കറവൂല് പോലെ വരും, അതിൻ്റെ നിറമൊക്കെ അങ്ങ് മാറിപ്പോവും. അതിന് നല്ലതാണ് ഈ വെള്ളത്തിലൊക്കെ അരിഞ്ഞതിന് ശേഷം ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള നമ്മുടെ കറിക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റണം. വഴറ്റിയിട്ട് വേണം നമ്മളൊന്ന് തട്ടിപ്പൊത്തി ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാനായിട്ട്. കൂടെ ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്തിനാണെന്നല്ലേ, ചെറുതായിട്ട് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്താണ് വെക്കുന്നതെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. സ്റ്റവിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. പോരാത്തതിന് നമ്മൾ എണ്ണ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടില്ല, അതും ഒരു കാരണമാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്കൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം വീണ്ടും ചെറുതായിട്ടൊന്ന് ആവി കയറാൻ തുടങ്ങിയിട്ടൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് കിടന്നിരുന്നതിനെ നമ്മൾ മേലെ ഇരുന്നതിനെ നമ്മൾ താഴോട്ടും ആക്കി ഒന്ന് ഇളക്കി ഒന്നുകൂടെ നമുക്കൊന്നൊരു 5 മിനിറ്റ് തട്ടിപ്പൊത്തി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതിയാവും കേട്ടോ. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പാവയ്ക്കയും നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിനെ ഒന്ന് നിരത്തി ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് മെയിൻ ആളാണ് നമ്മുടെ വറ്റൽമുളക് ചതച്ചിരിക്കുന്നത് കേട്ടോ. പൊടിച്ചിട്ടില്ല, ചതച്ച് മാത്രമേ എടുത്തുള്ളൂ. അതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക സാധനമാണ്, വേറൊന്നുമല്ല. നമ്മൾ ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ നമ്മുടെ മെഴുക്കുവരട്ടി കഴിക്കുമ്പോൾ ഇതുപോലെ വറ്റൽമുളകും കൂടെ ചതച്ചൊക്കെ ഇട്ട് നമ്മൾ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ എന്തായാലും ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എരിവ് കുറച്ചൊക്കെ മതിയെന്നുള്ളവർക്ക് ഒരു സ്വല്പമൊക്കെ ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ പോരാത്തതിന് ഒരു കാര്യം കൂടെ പറയട്ടെ, അവസാനം
അവസാനം വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ മതി കേട്ടോ. എണ്ണയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ, എണ്ണ ഉപയോഗിക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് തുറന്ന് വെച്ചാൽ മതിയാവും, ആവിവെള്ളം വീഴുമില്ലെങ്കിൽ. അതുകൊണ്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇതുപോലെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലെ നല്ല ചൂടായിട്ട് തന്നെ മെഴുക്കുവരട്ടി കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. ഒരുപാട് കയ്പൊന്നുമില്ല. എന്നാന്ന് വെച്ചാൽ ആ പാവയ്ക്കയുടെ കയ്പ് ഉരുളക്കിഴങ്ങും ഈ നമ്മുടെ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കുറവ് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കണ്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും. ടാറ്റാ.